നോർത്ത് പറവൂരിൽ ആശ എന്ന 46 വയസ്സുകാരി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യക്ക് കാരണം ഒരു റിട്ടയർഡ് പോലീസുകാരൻ്റെയും ഭാര്യയുടെയും ഭീഷണി മൂലം എന്നാണ് കാണുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 19 ആശ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായി. കാരണം റിട്ടയർഡ് പോലീസുകാരൻ്റെ ഭാര്യയിൽ നിന്ന് പോലീസുകാരും കൂടെ ചേർന്ന് ഇവർ 10 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിച്ചിരുന്നു. 1 ലക്ഷം രൂപയ്ക്ക് 10,000 രൂപയാണ് പ്രതിമാസം പലിശ. 10 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിച്ചു. അതിൻ്റെ മുതൽ കൊടുക്കാതെ പലിശ വാങ്ങിച്ചുകൊണ്ടേയിരുന്നു. ഏതായാലും അവർ പറയുന്നത് 30 ലക്ഷത്തോളം രൂപ കൊടുത്തു കഴിഞ്ഞു, പലിശയും മുതലും ചേർത്ത്. എന്നിട്ടും ഭീഷണിയാണ്. അയാളുടെ ഭാര്യയും ഭർത്താവ് ഇവിടെ വന്ന്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും വന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അവര് മുതലും കൊടുത്ത് പലിശയും കൊടുത്തെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അത്രയും ഡീറ്റെയിൽസ് കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. ഭീഷണി മുഴക്കി അതിനുശേഷം അവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ടു. തുടരെ ഭീഷണി. അവര് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ഓഗസ്റ്റ് 11 ആ സംഭവം. അവരെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി. 3-4 ദിവസം ആശുപത്രി കിടന്നു. അതിനുശേഷം ഭീഷണി തുടർന്നു. കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം ഇതിനെ സംബന്ധിക്കുന്ന ഒരു പരാതി റൂറൽ SP ആലുവയ്ക്ക് കൊടുത്തു. ആ പരാതിയിൽ 2 കൂട്ടരെയും SP ഓഫീസിൽ വിളിച്ചു. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ഇനി അവരെ ഭീഷണിപ്പെടുത്തുന്നത് വാൺ ചെയ്ത് വിട്ടു. അത് ഒത്തുതീർപ്പാകാതെ പോയി എന്നാണെന്ന് തോന്നുന്നത്. എന്തായാലും SP ഓഫീസൊന്നും ആ റിട്ടയർഡ് പോലീസുകാരന് അയാൾക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നണില്ല. കാരണം പലിശയ്ക്ക് കൊടുത്തതാണ്, പലിശ വേണം, നിർബന്ധമാണ്. പ്രത്യേകിച്ച് അയാളുടെ ഭാര്യ, ഇയാളുടെ 2-3 സുഹൃത്തുക്കളും ഉണ്ട്, അവരും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഈ സംഭവത്തിന് ശേഷം അവർ വീട്ടിൽ വന്ന് ഭീഷണി തുടർന്നു. വീട് കയറി ഭീഷണിപ്പെടുത്തി. അതിനുശേഷം പിന്നീട് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഒരു വാണിംഗ് ആ പോലീസുകാരൻ കൊടുത്തു. അയാളും 2-3 സുഹൃത്തുക്കളും അവരുടെ വീടിനകത്ത് കയറി ഭീഷണിപ്പെടുത്തി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ടും പോലീസുകാരൻ അതൊന്നും വകവെച്ചിട്ടില്ല. ഞാൻ എത്ര പോലീസിനെ കണ്ടിരിക്കുന്നു എന്നാണ് അയാളുടെ ചിന്ത. ഓഗസ്റ്റ് 11 സംഭവത്തിന് ശേഷം ആണ് അവരിപ്പം വീടിനടുത്ത പുഴയിൽ ചാടി ഇന്നലെ ആത്മഹത്യ ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അവരെ വീട്ടിൽ കണ്ടില്ല. അതിനുശേഷം പുഴയിൽ അവരെ മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടു. ഏതായാലും ഇന്ന് അവരുടെ ശവസംസ്കാരം നടക്കുകയാണ്. ഇന്നലെ ആ പെൺകുട്ടി, അല്ലെങ്കിൽ 46 വയസ്സുകാരിയെ കാണാതെ പോയപ്പം അവർ പല സ്ഥലത്തും അന്വേഷിച്ചു. കാരണം നേരത്തെ അവര് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. അതിനുശേഷം പോലീസ് ഇടപെട്ടു. പോലീസിന്റെ നടപടി അത്ര കൃത്യമായിരുന്നില്ല. കാരണം നല്ല വാണിംഗ് കൊടുത്തില്ല. അയാൾക്കെതിരായിട്ട് കേസെടുക്കണമായിരുന്നു. ആ കേസ് കൊടുത്തിട്ടില്ല. അന്ന് കൈഞ്ഞരമ്പ് മുറിച്ചതിന് കേസെടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഇപ്പൊ അവർ ആ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത് ഇപ്പം കേസെടുത്തിട്ടുണ്ടാവണം. 2 പ്രാവശ്യം അറ്റംപ്റ്റ്. ആദ്യത്തെ അറ്റംപ്റ്റ് സൂയിസൈഡ്, അതൊരു കേസ്. രണ്ടാമത് ഇപ്പൊ ആത്മഹത്യ ചെയ്ത 2ാമത്തെ കേസ്. രണ്ടും 2 വ്യത്യസ്തമായ കേസുകൾ തന്നെ എടുക്കണം. ഇക്കാര്യത്തിൽ 306 അനുസരിച്ച്, IPC 306 അനുസരിച്ച്, അല്ലെങ്കിൽ അബറ്റ്മെന്റ് കമ്മിറ്റ് സൂയിസൈഡ് 108 വകുപ്പ്, BNS 108 പ്രകാരം 10 വർഷം തടവ് അനുഭവിക്കാൻ യോഗ്യതയുള്ള ഒരു വകുപ്പാണ്, ഒരു ആത്മഹത്യയാണിത്. റിട്ടയർഡ് പോലീസുകാരനും ഭാര്യയും ഒളിവിൽ പോയി കഴിഞ്ഞു. ഇവരുടെ തുടർച്ചയായ ഭീഷണിയും അമിതമായ പലിശയും ആ കുടുംബത്തിന്റെ സമാധാനം കെടുത്തി. കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ശ്രമിച്ചപ്പോഴാണ് ഭർത്താവ് ബെന്നിക്ക് തന്റെ ഭാര്യ പലിശയ്ക്ക് പണം വാങ്ങിച്ചു എന്ന് മനസ്സിലാക്കിയത്. അത് 10 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടു ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെ മുതലും പലിശയും തിരിച്ചു കൊടുത്തതായിട്ടാണ് ഭാര്യ പറയുന്നത്. എന്നിട്ടും അമിത പലിശയ്ക്ക് വേണ്ടി, ആ പണം കിട്ടാൻ വേണ്ടി അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു പോലീസുകാരനും ഭാര്യയും. ഈ റിട്ടയർഡ് പോലീസുകാരൻ നേരത്തെ 2018 ഇയാളെ അവിടെ കൈക്കൂലി കേസിനകത്ത് വരാപ്പുഴ കസ്റ്റഡി മരണവുമായിട്ട് ബന്ധപ്പെട്ട്, അതിനകത്തുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ കൈക്കൂലി വാങ്ങിച്ചു. പൊതുവെ ഇയാൾ കൈക്കൂലിക്കാരനാണ്. കാരണം
പല കേസിനകത്തും പ്രതിയാവുന്നവരെ ആ കേസിൽ നിന്ന് ഒഴിവാക്കാം എന്ന് പറഞ്ഞ് ഇയാൾ പണം അവരുടെ നിന്ന് വാങ്ങിക്കാറുണ്ട് എന്നാണ് ആക്ഷേപം. അതിനെ സംബന്ധിക്കുന്ന പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരായിട്ട് നടപടിയെടുത്തിട്ടുണ്ട്. ഇയാളെ ഒരു കേസിൽ 2018 ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വരാപ്പുഴ കസ്റ്റഡി ഭരണവുമായിട്ടാണ് ഇയാൾ അൺപോപ്പുലർ ആകുന്നത്. കാരണം ഇയാൾ സ്ഥിരമായി കൈക്കൂലിക്കാരനാണ് എന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ചർച്ചകളൊക്കെ വന്നിരുന്നു. വരാപ്പുഴ ഉരുട്ടിക്കൊലക്കേസിലെ കൈക്കൂലി വാങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അയാൾ ഇപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുന്നത് സർവീസിൽ നിന്ന്. പക്ഷെ ഇപ്പം പലിശയ്ക്ക്, അമിത പലിശയ്ക്ക് പണം കൊടുക്കുകയാണ്. അത് ഭാര്യയെ കൂടിയാണ് കൊടുക്കുന്നത്. ഏതായാലും അയാളുടെ ഭീഷണി കൊണ്ടാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത് എന്ന് മനസ്സിലാകുന്നു. തീർച്ചയായിട്ടും അബറ്റ്മെന്റ് കമ്മിറ്റി സൂയിസൈഡ് ഓഫൻസായി 10 വർഷം വരെ ശിക്ഷ അനുഭവിക്കും. 2 കേസ് ഇത് സംബന്ധിച്ച് പോലീസ് എടുക്കേണ്ടി വരും. ആദ്യം കൈമുറിച്ചു പോയതിന് ഒരു കേസും, അത് സൂയിസൈഡിന് അറ്റംപ്റ്റ് ആണ്. അപ്പൊ അത് മാത്രമല്ല, 2ാമത്തെ കേസിനകത്ത് അവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും 10 വർഷം തടവിന് അനുഭവിക്കാൻ യോഗ്യതയുള്ള ഒരു വകുപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് അവരൊരു ആത്മഹത്യക്കുറിപ്പ് കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വലിയൊരു ഡോക്യുമെന്ററി എവിഡൻസ് ആണ്. തീർച്ചയായിട്ടും അത് മതി. 10 വർഷം ഭാര്യയും ഭർത്താവും കൂടെ അകത്തോട്ട് പൊക്കോളും. അവരെ ഒപ്പം ആ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയ 2-3 കഥാപാത്രങ്ങളുണ്ട്. അവരെ ഈ കേസിനകത്ത് പ്രതിയാക്കേണ്ടി വരും. കാരണം അവരെ കൂടുതൽ ആൾക്കാർ ഭാര്യയും ഭർത്താവിൻ്റെ പൈസ പലിശയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം പുതിയ കഥാപാത്രങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പലിശ അവരൊന്ന് പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ പോലെ രംഗത്ത് വന്ന് 2-3 പേര് അവരുടെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി. അതോടുകൂടിയാണ് നിവൃത്തിയില്ലാതെ അവര് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത് എന്ന് കരുതുന്നു.